നമസ്കാരം. VS അച്യുതാനന്ദനെ പിണറായി പക്ഷം വെട്ടിനിരത്തി. CPMന്റെ ചരിത്രത്തിലാദ്യമായി മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ പേരില്ലാത്ത സംസ്ഥാന കമ്മിറ്റി പാനൽ 1964 അവിഭക്ത കമ്മ്യൂണിറ്റി പാർട്ടിയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് CPM രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായ VSനെ ഒഴിവാക്കിയത് സമ്മേളനത്തിലും ചർച്ചയായി. മുൻ മന്ത്രി ജേഴ്സിക്കുട്ടിയമ്മ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. എന്നും VSനൊപ്പം നിന്ന നേതാവാണ് ജേഴ്സിക്കുട്ടിയമ്മ. VS അച്യുതാനന്ദനൊപ്പം നിന്നിരുന്ന പലരെയും യോഗ്യതയുണ്ടായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എടുത്തില്ല. പുതിയ പാനൽ അംഗീകരിക്കാൻ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് മേഴ്സിക്കുട്ടിയമ്മ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയത്. CPMലെ VS യുഗത്തിന് പാർട്ടി തന്നെ ഔദ്യോഗികമായി വിരാമമിടുകയാണ്. ആരോഗ്യാവസ്ഥ മോശമാണെങ്കിലും ആദരവെന്ന നിലയിൽ VSനെ ക്ഷണിതാവാക്കണമെന്ന നിലപാട് CPMലെ ബഹുഭൂരിപക്ഷത്തിനുണ്ട്. 1995 കൊല്ലത്ത് ഒടുവിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് CPMൽ VS പിടിമുറുക്കിയത്. ഇതിന്റെ തുടർച്ചയായാണ് തന്റെ രാഷ്ട്രീയ ശിഷ്യനായ പിണറായി വിജയനെ VSന് അനായാസം പാർട്ടി സെക്രട്ടറിയാക്കാൻ കഴിഞ്ഞത്. പാർട്ടി സെക്രട്ടറി ആയതോടെ VSുമായി പിണറായി തെറ്റി. പിന്നീട് VSും പിണറായിയും രണ്ട് വ്യത്യസ്ത പാർട്ടി ചേരികളുടെ നേതാക്കളായി. സംഘടനാ കരുത്തിൽ VSനെ ഒതുക്കി പിണറായി പാർട്ടിയുടെ ക്യാപ്റ്റനുമായി. രണ്ടാം തവണ മുഖ്യമന്ത്രി ആയതോടെ പിണറായിയുടെ കരുത്ത് കൂടി എന്ന് പാർട്ടിയിൽ VS പക്ഷമില്ല. 30 കൊല്ലം മുൻപ് ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരം സംഘടിപ്പിച്ച് കരുത്ത് തെളിയിച്ച് വിഭാഗത്തിന് നേതൃത്വം നൽകിയ VSനെ 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും അതേ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിലൂടെ പാനലിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ VSും കമ്മിറ്റികളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. പ്രത്യേക ക്ഷണിതാക്കളെ മധുരയിൽ അടുത്ത മാസം നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് ശേഷം തീരുമാനിക്കുമെന്നാണ് പ്രഖ്യാപനം. അങ്ങനെ പ്രഖ്യാപിക്കുന്നവരുടെ കൂട്ടത്തിൽ VS ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ആരോഗ്യ കാരണങ്ങളാൽ VSനെ കഴിഞ്ഞ കൊച്ചി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവാക്കിയിരുന്നു. ഇത്തവണയും അത് തുടരുമെന്നായിരുന്നു പ്രതീക്ഷ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്കുള്ള ആദരവെന്ന നിലയിൽ അങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചവർ ഏറെയായിരുന്നു. പക്ഷേ മറ്റൊരു തീരുമാനമാണ് നേതൃത്വം എടുത്തത്. വിമർശനം ശക്തമാകുന്നതോടെ വീണ്ടും പ്രത്യേക ക്ഷണിതാവാക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. VSനെ ഒഴിവാക്കിയോ എന്ന ചോദ്യത്തിന് VS പാർട്ടിയുടെ സ്വത്തല്ലേ എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. പ്രായപരിധി മൂലം പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവരെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാക്കളാക്കുന്നതാണ് സമീപകാല ചരിത്രം. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടെയാണ് VSനെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കിയത്. വൈക്കം വിശ്വൻ, P കരുണാകരൻ, KJ തോമസ്, MM മണി, അന്തരിച്ച ആനത്തലവട്ടം ആനന്ദൻ എന്നിവർ ക്ഷണിതാക്കളായി. പുതിയ പാനൽ പ്രഖ്യാപിച്ചപ്പോൾ VSന് പുറമെ വൈക്കം വിശ്വൻ, P കരുണാകരൻ, KJ തോമസ്, MM മണി എന്നിവരും പാനലിലുണ്ടായില്ല. ഇതിൽ മണി അടക്കമുള്ളവർക്കും അമർഷമുണ്ട്. എന്നാൽ 2 സ്ഥിരം ക്ഷണിതാക്കളെ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതായത് പ്രത്യേക ക്ഷണിതാക്കളെ മധുര സമ്മേളനത്തിന് ശേഷം ഉൾപ്പെടുത്തുമെന്നത് വെറും വിവാദം ഒഴിവാക്കാനുള്ള സാങ്കേതിക പ്രസ്താവന മാത്രമാണ്. ഇത്തവണ സമിതിയിൽ നിന്ന് ഒഴിവായ PK ശ്രീമതിക്കും AK ബാലനും ആനാവൂർ നാഗപ്പനും പ്രത്യേക ക്ഷണിതാക്കളെന്ന പരിരക്ഷ കിട്ടിയതുമില്ല. അതേസമയം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ മന്ത്രി വീണ ജോർജും കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ KH ബാബുജാനും സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാക്കളായി. പാർട്ടി കോൺഗ്രസിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാക്കളെ നിശ്ചയിച്ചാലും അതിൽ VS ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. ഏറെക്കാലമായി VS പാർട്ടി നേതൃയോഗങ്ങളിൽ പൊതുപരിപാടികളിലോ പങ്കെടുക്കുന്നില്ലെന്നാണ് ഇതിന് കാരണം. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.